കോഴിക്കോട് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് ലഹരിയിൽ അബദ്ധം പറ്റിയതെന്ന് പ്രതി കൃഷ്ണകുമാർ. മൂങ്ങയെ കല്ലെറിഞ്ഞതാണെന്നും എപ്പോഴും പക്ഷികളെ കല്ലെറിയാറുണ്ടെന്നും പ്രതി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുകയാണ്. സരീഷ്, എന്തായാലും ഇത് സ്ഥിരമായി ഇത്തരത്തിൽ കല്ലെറിയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രതിയുടെ പ്രതികരണവും അല്പം വിചിത്രമാണ്. ഇന്നലെയാണ് ഈ പ്രതി കൃഷ്ണകുമാറിനെ പോലീസ് പിടികൂടുന്നത്. പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് താൻ ലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. എല്ലാ ദിവസവും ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഈ കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിക്കാറുണ്ട്. അതിനുശേഷം ഈ മരത്തിലൊക്കെ വന്നിരിക്കുന്ന പക്ഷികളെ കല്ലെറിയാറുണ്ട് എന്നൊരു മൊഴിയാണ് അദ്ദേഹം നൽകിയത്. ഈ ദിവസവും, അതായത് കഴിഞ്ഞ മാസം 30-ാം തീയതിയും സമാനമായി തെങ്ങിലൊരു മൂങ്ങയുടെ ശബ്ദം കേട്ടു. ആ മൂങ്ങയ്ക്ക് അല്ലെങ്കിൽ ആ മൂങ്ങയെ പിടികൂടുന്നതിനായി കല്ലെറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം 1-2 കല്ലുകൾ എറിഞ്ഞു, പക്ഷെ അത് കൊണ്ടില്ല. പിന്നീട് ഈ ട്രെയിൻ അതുവഴി വന്നിരുന്നു. പക്ഷേ ട്രെയിനിൽ കല്ലെറിയുന്നത് അല്ലെങ്കിൽ കല്ല് കൊള്ളുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റതോ ആയി താൻ മനസ്സിലാക്കിയിരുന്നില്ല. ഈ ട്രെയിൻ പോയ ശേഷം വീണ്ടും താൻ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ കൃഷ്ണകുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്ഥിരമായി ഇത്തരത്തിൽ പക്ഷികളെ പിടികൂടാറുണ്ടെന്നും ചില ദിവസങ്ങളിലെങ്കിലും കിട്ടാറുണ്ട് എന്നൊരു മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു. കാരണം ട്രെയിൻ സ്ഥിരമായി ഇത്തരത്തിൽ ട്രെയിനിന് നേരെ കല്ലെറിയുന്ന സംഭവങ്ങൾ പല ഭാഗങ്ങളിലും, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. പല ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്ന സംഭവമുണ്ട്. പക്ഷേ ഒരു തെളിവുകളുമില്ലാതെ ആദ്യമായാണ് ഇത്തരത്തിൽ കല്ലെറിഞ്ഞ വ്യക്തിയെ പിടികൂടാൻ പോലീസിന് സാധിക്കുന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന രീതിയിലൊരു വാദം പ്രതി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇയാളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കഴിഞ്ഞ മാസം 30-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പരിക്കേറ്റ ഐശ്വര്യ ഏറെ നാൾ ചികിത്സയിൽ തുടരേണ്ടി വന്നു. തന്റെ കോളേജ് വിദ്യാഭ്യാസം പോലും പകുതി വഴിയിൽ നിർത്തേണ്ട ഒരു സാഹചര്യം പോലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സരീഷ്, നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത് വലിയ ഒരു അപകടത്തിലേക്ക് പോയ സാഹചര്യമാണ്. അത്തരം സംഭവങ്ങൾ, ആ പെൺകുട്ടിയുടെ താടിയെല്ലാം പൊട്ടുന്നു, വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് മുൻപും, ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപും സമാനമായി ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇതാദ്യമായല്ല ട്രെയിനിന് നേരെ കല്ലെറിയുന്നതും ആളുകൾക്ക് പരിക്കേൽക്കുന്നതും. മാസങ്ങൾക്ക് മുൻപാണ് സമാനമായി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. വിൻഡോ സൈഡിൽ ഇരിക്കുകയായിരുന്ന ഒരു കുട്ടിക്ക് കൈക്ക് പരിക്കേൽക്കുകയും ആ കുട്ടിയുടെ കൈയുടെ എല്ല് പൊട്ടുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്തത്. ഇതിന് മുൻപ് നമ്മൾ തന്നെ വാർത്ത നൽകിയാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്ന സംഭവം. അങ്ങനെ ട്രെയിനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ട്രെയിനിന് നേരെ കല്ലെറിയുകയും വന്ദേ ഭാരതിന് നേരെ കല്ലെറിഞ്ഞ് ചില്ല് പൊളിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ട്രെയിനിന് മാത്രമല്ല, ഇതിന് തൊട്ടു പിന്നിൽ വന്ന വന്ദേ ഭാരതിന് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ചില്ല് പൊളിയുന്ന സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ട്രെയിനിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ മദ്യപ സംഘത്തിന്റെ അക്രമം അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം തന്നെയാണ്. സുരക്ഷിതമല്ല. ട്രെയിൻ യാത്രയിൽ പോലും അല്ലെങ്കിൽ വിൻഡോ സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ റെയിൽവേ പാളത്തിനോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ മദ്യപ സംഘങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 4 മാസം മുൻപാണ് തലശ്ശേരിയിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തലശ്ശേരിയിൽ ഈ റെയിൽവേ ട്രാക്കിനോട് സമീപത്ത് മദ്യപ സംഘം, ലഹരി സംഘമൊക്കെ പ്രവർത്തിക്കുകയും അതുവഴി നടന്ന സ്ത്രീയെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം 4 മാസം മുൻപുണ്ടായിരുന്നു. അങ്ങനെ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഈ മദ്യപ സംഘങ്ങളും ലഹരി വിൽപ്പന സംഘങ്ങളും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്യുകയും അവിടെ നിന്ന് ലഹരി ഉപയോഗിക്കുകയും പിന്നീട് ട്രെയിനിന് നേരെയും യാത്രക്കാർക്ക് നേരെയും ഒക്കെ അക്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എത്രത്തോളം കാര്യക്ഷമമായി റെയിൽവേ പോലീസും മറ്റ് സേനാംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇവിടെയും സമാനമായി അദ്ദേഹം പറയുന്നത് തുടർച്ചയായി കുറെ കാലങ്ങളായി ഈ സമാനമായി റെയിൽവേ പാളത്തിന് സമീപത്തെത്തി താനും കുറെ ആളുകൾ, അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ ആയി അല്ലെങ്കിൽ ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് ഈ ലഹരി സംഘം പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് റെയിൽവേ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് റെയിൽവേ സേനാംഗങ്ങൾക്കോ ഇത് കണ്ടെത്താനോ ഇത്തരം ആളുകളെ ഒഴിവാക്കാനോ സാധിക്കാതിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തൊക്കെ CCTV ക്യാമറകൾ സ്ഥാപിക്കണം. പ്രത്യേകിച്ച് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലും. എന്തായാലും ഈ സംഭവത്തിൽ പ്രതി പിടിയിലായിട്ടുണ്ട്. പക്ഷേ പ്രതിയുടെ മൊഴി അത്ര വിശ്വസനീയമല്ല.